assistant coaches, please assemble. മാർഷൽ ആർട്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കേരളത്തിൽ ഇന്ന് പലർക്കും അറിയില്ല. അത് സാധാരണക്കാർ ആയാൽ പോലും. അനുവാദമായി പഠനത്തിൽ ഈ ഇവന്റിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ പരിശ്രമവും എല്ലാ സ്പോർട്സ് ഉണ്ടാവുമെന്ന് ഈ കളിയിൽ പങ്കെടുക്കാനുള്ള എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. നിശ്ചയമായിട്ടും സ്പോർട്സിന് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പരാജയപ്പെട്ടാൽ പഠിത്തത്തിൽ പരാജയപ്പെട്ടാൽ, ബിസിനസ്സിൽ പരാജയപ്പെട്ടാൽ ഒക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് പ്രാവശ്യം പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിഷയമായി മാറും. അതുകൊണ്ട് കായിക ഇനം സ്പോർട്സ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിശ്ചയമായിട്ടും അത് പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും അനുവദിക്കുന്നു. ഒരു വിജയപരാജയമല്ല, പങ്കെടുക്കുക എന്നതാണ് സ്പിരിറ്റ്. അങ്ങനെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഇവന്റ് ഒരു അംഗീകാരം ലഭിച്ചുകൊണ്ട് ആദ്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇതിൻ്റെ വ്യാപകമായ പ്രവർത്തനം ആരംഭിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. What?
മാർഷൽ ആർട്സ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം വിസ്മയ ന്യൂസിനോടൊപ്പം ചേരുന്നത് മാർഷൽ ആർട്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഖിലാണ്. എന്താണ് സാധാരണക്കാർക്ക് വേണ്ടി MMA എന്ന് വെച്ചാൽ എന്താണെന്ന് വിശദീകരിക്കാം? ഓക്കെ, MMA എന്ന ഷോർട്ട് ഫോം നമ്മൾ പറയുന്ന മിക്സഡ് ഷോർട്ട് ഫോം അല്ല, അതിനെ പറയുന്ന മിക്സഡ് മാർഷൽ ആർട്സ് എന്നാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു ഫൈറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സ്ട്രൈക്കിംഗ്, റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ്. നമ്മൾ ഈ മൂന്ന് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ മോസ്റ്റ് ഓഫ് ഒരു കിക്ക് ബോക്സിംഗ് ഉണ്ട്, അത് സ്ട്രൈക്കിംഗ് ഇവൻ്റാണ്. ഇപ്പോൾ ഊഷും കൂടെ വരെയാണെങ്കിൽ സ്ട്രൈക്കിംഗ്, റെസ്ലിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാപ്ലിംഗ് ഉണ്ട്, ഗ്രാപ്ലിംഗ് ഗ്രൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും എന്ന് വെച്ചാൽ ശകലം ഡേഞ്ചറസ് ഫൈറ്റാണ്, ഇഞ്ചുറി വരുന്നതാണ്. എന്നാലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല എൻജോയ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് MMA. ഇപ്പോൾ ക്ലബ് നമുക്കൊരു 70+ കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഹൈദരാബാദ് ബേസ് ഉണ്ട് നമ്മൾ ക്ലബ്ബുകൾ. പിന്നെ നമ്മൾ സ്റ്റേറ്റ് ബോഡിയാണത്. സ്റ്റേറ്റ് ബോഡി നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടത്തുന്നത്. അപ്പോൾ ഒരു 70 to 80 പാർട്ടിസിപ്പൻറ്റ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, സോ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഏഷ്യൻ ഗെയിംസിലും കാര്യങ്ങൾ ഇത് വന്നിട്ടുണ്ട് ഓൾറെഡി. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ യൂത്ത് ഗെയിംസിലും ഇത് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ നാഷണൽ ഫെഡറേഷന് MMA SFI എന്നാണ് നാഷണൽ ഫെഡറേഷൻ പറയുന്നത്. അപ്പോൾ അത് IOA റെക്കഗ്നൈസ്ഡ് ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. നമ്മുടെ സ്റ്റേറ്റ് ബോഡി കേരള മിക്സഡ് മാർഷൽ സ്പോർട്സ് അസോസിയേഷൻ. ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ്. അതെ, നമ്മൾ നാഷണൽ ബോഡി നോക്കുകയാണെങ്കിൽ IOA ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷേ സ്റ്റേറ്റ് ബോഡി ആയിട്ടില്ല. സ്റ്റേറ്റ് ബോഡി എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ സപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഓക്കെ ആകും, റെഡിയായി വരും. ഒരു കുട്ടി ഇവിടെ നിലവിൽ കൊണ്ടുവന്നാൽ ഏതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളായിരിക്കും കൊടുക്കുക? ഏതൊക്കെ തരത്തിലുള്ള പരിശീലനം കൊടുക്കുന്നതിലല്ല, എന്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കൂടുതലും നമ്മൾ പ്രൈവറ്റ് ഇവൻറ്റ്സാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഫൈറ്റ് ചെയ്തു, പൈസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, അവർ പൈസ വാങ്ങുന്നു, പോകുന്നു. അതിലിപ്പോൾ സ്റ്റേറ്റ് ബോഡി വരുന്നതിൽ ഏറ്റവും ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും ഗവൺമെൻറ് അംഗീകൃതമായ രീതിയിൽ നടത്തുന്ന സ്റ്റേറ്റ് ബോഡിയാണ് ഞങ്ങളത്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഗാമയുണ്ട്, ഗ്ലോബൽ അസോസിയേഷൻ മിക്സഡ് മാർഷൽ ആർട്സിൻ്റെയും ഏഷ്യൻ മിക്സഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഇത് രണ്ടിൻ്റെയും അംഗീകാരമുള്ള സ്റ്റേറ്റ് ബോഡിയാണത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ ടീമിൽ നിന്ന് നമ്മൾ 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. വൺ മിസ്റ്റർ ജിതേന്ദ്ര കരയാണ് നാഷണൽ ടീമിലെ ജനറൽ സെക്രട്ടറി. പുള്ളിയാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടും ഒരു 5 വർഷത്തോളം നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. കാരണം നമ്മൾ ഓരോ ചാമ്പ്യൻഷിപ്പിലും മിക്കുള്ളതിന് ചുമ്മാ ഫൈറ്റ് ചെയ്തിട്ട് പോകുന്നു, ടൈം പോലും കിട്ടത്തില്ല. നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഫൈറ്ററിന് ഒരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരു ദിവസം 3 ഫൈറ്റ് അലോ ചെയ്യും. നമ്മൾ ഇൻ്റർനാഷണൽ ബോഡി എന്താണോ അത് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതിനെ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും, പക്ഷേ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ സൗത്ത് കേരളയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ MMA മാത്രമല്ല, ഒരു കോമ്പാറ്റ് സ്പോർട്സും സൗത്ത് കേരളയിൽ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. എല്ലാ സൈഡും ആ ഒരു സൈഡ് ഉണ്ടല്ലോ കേരളത്തിൻ്റെ, അങ്ങോട്ടാണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഇവിടെ വെച്ച് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു സൈഡൊക്കെ വീക്കാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ കേരളം മുഴുവനും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്ലാനാണ്. അതുകൊണ്ടൊക്കെ നമ്മളൊരു 3 ദിവസത്തെ ഒഫീഷ്യൽ സെമിനാർ, നമ്മളൊരു ഏത് ചാമ്പ്യൻഷിപ്പിൻ്റെയും നമ്മളൊരു ആണ് ഒഫീഷ്യൽസ്. അവരില്ലാതെ എന്ന് വെച്ചാൽ ജഡ്ജസ്, അവരില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ അത് നടത്തിയത് ബാക്കിയുള്ള സ്റ്റേറ്റ് ബോഡി കണക്ക് സ്റ്റേറ്റ് ഒഫീഷ്യൽ സെമിനാറുകൾ നാഷണലാണ്. എന്നുവെച്ചാൽ കറക്റ്റ് പ്രോപ്പർ റൂൾസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. മറ്റ് MMA സംഘടനകളിൽ നിന്നും നിങ്ങളുടെ സംഘടനയെ വ്യത്യസ്തയാക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ട് ഇൻ്റർനാഷണൽ ബോഡിയുണ്ട്. നമ്മൾ റൂൾസിലാണ്. റൂൾസ് ഏഷ്യൻ മിക്സഡ് മാർഷൽ ആർട്സ് എന്ന ഇൻ്റർനാഷണൽ ഫെഡറേഷനാണ് ഏഷ്യൻ ഗെയിംസ് കിട്ടിയേക്കുന്നത്. അത് 2026 ജപ്പാനിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തുടക്കമാണ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ യൂത്ത് ഗെയിംസ് വന്നിട്ട് ചുമ്മാ ഫൈറ്റ് ചെയ്ത് പൈസ വാങ്ങിച്ച് പോകാതെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകും. അതാണ് മെയിനായിട്ട്. കാരണം ഞാനും ഒരു ഫൈറ്ററായിരുന്നു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഫൈറ്റ് ചെയ്ത് കയറുന്ന സമയത്തായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. പല കുട്ടികളും ഞാൻ കോമ്പറ്റീഷൻ മുമ്പ് ഞാൻ സ്റ്റേറ്റ് ബോഡി എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ചാമ്പ്യൻഷിപ്പ് കോച്ചായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പോയ സമയത്ത് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ ഈ നാഷണൽ ഫെഡറേഷൻ പോലും ഞാൻ കണ്ടുമുട്ടിയത് ചാമ്പ്യൻഷിപ്പിന് സംബന്ധമായിട്ടാണ്. നാഷണൽ ബോഡി പരിചയപ്പെട്ടത് പോലും അവരങ്ങനെ സംസാരിച്ചു. ഓക്കെ, അവർ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4 വർഷമായി ഇതിൻ്റെ പിറകെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ. ആദ്യമായാണോ ഇങ്ങനെ ഒരു MMA ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്? അതെ, ഉറപ്പായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് വളരെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ടഫാണ്, എന്നാൽ ചെയ്തെടുക്കും എന്ന് എനിക്ക് പറയാം. നമ്മൾ മാക്സിമം
ഒറ്റയാൾ പോരാട്ടമായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ പിന്നിൽ നിന്ന് പിന്നെ കുറച്ചൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ നിന്ന് ഉടനീളം പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14 ജില്ല, കേരളത്തെ ഡിസ്ട്രിക്റ്റ് അഫിലിയേഷൻ നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് അഫിലിയേഷൻ നമ്മളൊരു 14 ജില്ലയും നമുക്ക് കൊടുക്കാനായിട്ട് ആൾ റെഡി ആയിട്ടുണ്ട്. കാരണം സ്റ്റേറ്റ് ബോഡി അവരുടെ ബാക്ക്ഗ്രൗണ്ട്, നാഷണൽ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കിയപ്പോൾ അവർക്ക് ഓക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഭാവിയിൽ വളർന്ന് വരട്ടെ എന്നാണ് ആഗ്രഹം. വളർത്തിയെടുക്കും എങ്ങനെയെങ്കിലും. കാരണം കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ലെറ്റ് മീ ഓപ്പൺ, എല്ലാം ബിസിനസ്സാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അതിന് അടി വാങ്ങണമെങ്കിൽ പൈസ തന്നെ വേണം. പക്ഷേ അതിലുപരി കുറച്ച് എത്തിക്സ് ഉണ്ട്. കുട്ടികൾക്ക് നല്ല ചാൻസ് കൊടുക്കുക. നമ്മൾ മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കും, കോച്ചസിലേക്ക് എത്തിക്കും. നമ്മളിപ്പോൾ ഒഫീഷ്യൽ സെമിനാർ നടത്തി. നമ്മളിപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യുന്ന നാഷണൽ ടീമിനെ വെച്ച്, ചുമ്മാ നമ്മൾ വെറുതെ വാക്കാലെ പറയുന്നതല്ല, നാഷണൽ ടീമിനെ വെച്ച് കോച്ചസിന് വേണ്ടി മാത്രം നമ്മളൊരു ട്രെയിനിങ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അത് നമ്മൾ കോച്ചസിനെ മാത്രമല്ല, കാരണം നമ്മൾ കോച്ചസിനെ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം നല്ല ഫൈറ്റേഴ്സിന് നമുക്ക് ഡെവലപ്പ് ആവത്തുള്ളൂ. സോ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ക്യാമ്പാണ്. ഓഫ്കോഴ്സ് അത് കഴിഞ്ഞ് പിന്നെ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് സെലക്ട് ആയ കുട്ടികളെ കൊണ്ടുപോകണം. ആദ്യമായാണ് ഇത്തരത്തിലൊരു MMA ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതീക്ഷയിലും ഒരു അഭിമാനത്തിലുമാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഒരു ഒറ്റയാൾ പോരാട്ടമായി തുടങ്ങിയ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വരെ എത്തിച്ചത് എന്നുള്ളതാണ്. അതേസമയം ഇനിയും 75-ലധികം കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത്. അതിലധികം കുട്ടികൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ഒരു ഇൻ്റർനാഷണൽ രീതിയിലേക്ക് ഇത് മാറുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.